അളിയെ ഇന്നലെ രാത്രി കാണാൻ പറ്റിയില്ല. ഒത്തിരി ലേറ്റ് ആയില്ലേ? സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു. എന്നിട്ടെല്ലാം സ്റ്റഡി ചെയ്തോ? സ്റ്റഡി ക്ലാസ് എടുക്കുന്നത് ഞാനാ. ഓ, അത് ഭയങ്കരം തന്നെ. ഒരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ, എന്നെ സസ്പെൻഡ് ചെയ്തു. അളിയന്റെ പെങ്ങളും കുട്ടികളും വഴിയാധാരായി. വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. ഒരു ഡിസ്മിസിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓഹോ, INSP പ്രതികാരം ചെയ്യുകയാണ്. അളിയൻ ഭയപ്പെടണ്ട. RDPയുടെ കമ്മിറ്റി മീറ്റിംഗിൽ ഈ പ്രശ്നം ഞാൻ ഉന്നയിക്കും. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ട. ഇല്ല, ഞങ്ങളുടെ കൂടെ നിന്നൊരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്താൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല. വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്രിയല്ല. കുറെ കാലമായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്ത് പുല്ലാണടാ നിന്റെയൊക്കെ സായുധ വിപ്ലവം? ഒരു തോക്ക് നീ കണ്ടിട്ടുണ്ടോ? ബോംബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയാവോ? അവന്റെ അമ്മയുടെ ഒരു സായുധ വിപ്ലവം. എടാ, മേലനങ്ങാതെ ഉരുട്ടി ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെയൊക്കെ രാഷ്ട്രീയം. അളിയ കഴുതേ, ഇനി നീ ഇവിടെ രാഷ്ട്രീയം പറഞ്ഞ് കേട്ടാൽ ഇട്ടിച്ച് നിന്റെ അസ്ഥിയെല്ലാം ഓടിക്കും. ബ്ലഡി ഫൂൾ. അച്ഛാ, എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. എന്നെ ആനന്ദേട്ടനെ കൊണ്ട് കെട്ടിച്ചാരാ? ആനന്ദേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്നു. അച്ഛൻ ആനന്ദേട്ടന്റെ കാര്യങ്ങളെന്ന് അന്വേഷിച്ചു, തീരുമാനിച്ചു, കല്യാണം നടത്തി. ഇതല്ലേ ഉണ്ടായത്? അങ്ങനെ അല്ലെന്നിപ്പോ ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ല. പക്ഷെ ഓരോരുത്തരുടെ മട്ടും മാതിരിയും കാണുമ്പോ ഞാനായിട്ട് ആനന്ദേട്ടനെ ചെന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന മാതിരിയുണ്ട്. 4 വളയും ഒരു നെക്ലസും ലോലാക്കും എല്ലാം ചേർത്ത് ആകെ 15 പവനല്ലേ അച്ഛൻ എനിക്ക് തന്നത്. ആനന്ദേട്ടനും കുടുംബക്കാരും പാവങ്ങളായതുകൊണ്ട് അത് മതിയെന്ന് സമ്മതിച്ചു. ഞാൻ ഇത്തിരി സൗന്ദര്യം കുറഞ്ഞോളായിരുന്നെങ്കിൽ 50 പവനെങ്കിലും ഇല്ലാതെ അച്ഛൻ എന്നെ ഈ പടി കിടത്താൻ പറ്റുമായിരുന്നോ? പദമുള്ളിടം പാതാളം എന്ന് പറഞ്ഞ പോലെയാ. അച്ഛൻ റിട്ടയർ ചെയ്തപ്പോ കിട്ടിയ കാശൊക്കെ എന്തിയെ? അതിന് എനിക്ക് അവകാശമൊന്നുമില്ലേ? അമ്മയുടെ പേരിൽ ആ പറമ്പ് വാങ്ങുമ്പോ അച്ഛൻ ഒരു വാക്ക് ഞങ്ങളോട് ചോദിച്ചോ? നിന്റെ കാശ് കൊടുത്ത് പറമ്പ് വാങ്ങിക്കുമ്പോ അച്ഛൻ നിന്നോട് ചോദിച്ചാ പോരെ? ഇതാ ഞാൻ പറഞ്ഞത്. എന്റെ നിന്റെ എന്നുള്ള ചേരിതിരിവ് ഇവിടെ തുടങ്ങിയിട്ട് കുറെ നാളായി. ഇവിടെ ഒരു ചേരിതിരിവും ഇല്ല. അച്ഛന്റെ സ്വൈര്യം കെടുത്താനാണോ നിങ്ങളുടെയൊക്കെ പുറപ്പാട്? അവള് പറയട്ടെ ഭാനു. ആനന്ദേട്ടന് ഒരു വിഷമം വന്നപ്പോ നിങ്ങളുടെ 2 അമ്മക്കളും തിരിഞ്ഞു നോക്കിയോ? നിന്റെ ഭർത്താവിന്റെ കയ്യിലിരിപ്പും കുറച്ച് നന്നായിരിക്കണേ. ദേ അമ്മേ, ആനന്ദേട്ടനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, സ്നേഹം തൊട്ട് തിണ്ടിട്ടില്ലാത്ത നിങ്ങൾക്കൊന്നും അതിന് അവകാശമില്ല. ആനന്ദേട്ടന്റെ വീട്ടുകാരെന്നെ പൊന്നു പോലെയാ നോക്കുന്നത്. അറിയാം, കേട്ടിട്ടുണ്ട്. ഇത്രയും സ്നേഹമുള്ളവരെ ഉപേക്ഷിച്ചിട്ട് എന്റെ പൊന്നുമോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അയ്യടാ, നിങ്ങളുടെ സ്നേഹം ആസ്വദിക്കാൻ വന്നോന്നല്ല. തരാനുള്ളത് തന്നാലേ ആ നിമിഷം ഞങ്ങളങ്ങ് പോയേക്കാം. എന്തായാലും അതെങ്ങനെ ധൃതി വെക്കുന്നത്? നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. തരാനുള്ളത് എപ്പോഴായാലും തരും. പാവാ, ചിരിബഹളം വെക്കുന്നു മാത്രമേ ഉള്ളൂ. അമ്മ ഒരു കാര്യം ചെയ്യും, ഏതായാലും വിശ്രമത്തിന് വന്നു. തടിയൊക്കെ ഒന്ന് നന്നാക്കണം. 21 ദിവസം ആട്ടൻ സൂപ്പ് കഴിക്കണം. പിന്നെ ശുദ്ധമായ പശു നെയ്യ്. അല്ല, ഇവിടെ ഇല്ലെങ്കിൽ വേണ്ട, പുറമേന്ന് വാങ്ങിച്ചോളൂ, വിരോധമില്ല. പിന്നെ അറിയാലോ, ഉച്ചയൊന്ന് ഇറച്ചി മീനും എനിക്ക് നിർബന്ധ. അത്താഴത്തിന് ശേഷം 2 ഏത്തപ്പഴം, ഇച്ചിരി പാലും. ഇനി എന്നും കാലത്ത് അമ്മ 5 മണിക്ക് തന്നെ വിളിക്കണം. കാരണം പോലീസ് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എക്സർസൈസ് ചെയ്തിട്ടില്ല. അപ്പൊ തടി അനങ്ങിയിട്ട് ഒന്ന് ഓടണം. അപ്പൊ പിന്നെ സൂപ്പിന്റെ കാര്യം മറക്കണ്ട. നാളെ മുതൽ ആയിക്കോട്ടെ. കാലത്തിന്റെ മോൾക്ക് പിടിപ്പത് പണിയുണ്ടല്ലേ. എന്ത് ചെയ്യാം? ഒരു ചേട്ടന് കളക്ടറേറ്റിൽ പോണം, മറ്റേ ചേട്ടന് എസ്റ്റേറ്റിൽ പോണം. ഒരു ഉപകാരം ചെയ്യൂ. ഉപകാരം മാത്രമേ ചെയ്യൂ. ധാരാളം സമയമുള്ളതുകൊണ്ട് എന്തുപകാരം വേണമെങ്കിലും ചെയ്യാമല്ലോ. കുഞ്ഞളിയാൻ പറഞ്ഞോളൂ. ഒരു ടേപ്പ് റെക്കോർഡർ വാങ്ങിത്തരൂ. ഒന്ന് മതിയോ? മതി. ഇന്ത്യൻ വേണോ ഫോറിൻ വേണോ? ഏതാ പെട്ടെന്ന് ഇട്ടാച്ചാ അത്. വില കൂടിയത് വേണോ കുറഞ്ഞത് വേണോ? അതൊക്കെ ആനന്ദേട്ടന് ഇഷ്ടം. എന്നാ കൂടിയതായിക്കോട്ടെ. നാളെ കാലത്ത് 10 മണിക്ക് ഞാൻ ജപ്പാനിലേക്ക് പോണ്ടേ. അവിടെ ചെന്നാ സോണി കമ്പനിക്കാരെ നേരിട്ട് വാങ്ങിക്കാമല്ലോ. ഒറിജിനൽ ആയിക്കോട്ടെ. എന്ത് ചെയ്യും? നിനക്ക് ഞാൻ ഒലക്ക വാങ്ങിച്ചു തരടാ, ഇരുമ്പോലക്കാ. ഇത് INSP കാരന്റെ കുപ്പായായിരിക്കും അല്ലേ? എനിക്കിത് നന്നായി ചേരുമെന്ന് തോന്നണല്ലോ മോളെ. പ്രകാശേട്ടൻ ഇപ്പൊ പുറത്തു പോണെന്ന് പറഞ്ഞു. പോയിക്കോട്ടെ, കുഴപ്പമില്ല. ഇത് ഞാൻ എടുത്തൊന്ന് പറഞ്ഞാ മതിന്നേ. മറ്റുള്ളതൊക്കെ മുഷിഞ്ഞിരിക്കാ. മുഷിഞ്ഞോട്ടെ. എന്നെങ്ങും പഠിപ്പിക്കാൻ വന്നാണ്ടല്ലോ, അടിച്ചു നിന്നെ ഞാൻ. എല്ലാം തേച്ചു വെച്ചോടി. പ്രകാശേട്ടന്റെ മുണ്ട് ഷർട്ടും ആനന്ദേട്ടൻ എടുത്തോണ്ട് പോയി. ആനന്ദേട്ടൻ കൊണ്ടുപോയി. ബാക്കിയെല്ലാം മുഷിഞ്ഞിരിക്കാൻ തോന്നിയപ്പോ എന്നെ തിന്നാൻ വന്നു. ഓഹോ, ഈ മനുഷ്യനോട് കുഴപ്പമുണ്ടാക്കുന്ന തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. പ്രകാശേട്ടൻ കുഴപ്പത്തിനൊന്നും പോണ്ട. നീ മറിയുന്നേ, അവരെ കളി അവസാനിപ്പിച്ചിരുന്നു. എനിക്ക് പുറത്തു പോകണം. അളിനെ ഉടുപ്പിഞ്ഞൊരുക്കി. എങ്ങനെയുണ്ട് അളിയാ? എനിക്കിത് നന്നായി ചേരുന്നില്ലേ? കളിക്കല്ലേ ഉടുപ്പിഞ്ഞ് തരാൻ. ഞാൻ തരില്ല. എനിക്ക് നിന്റെ പാർട്ടി ചേരണം. നിന്റെ പാർട്ടി നല്ല അസല് പാർട്ടിയാ, ആരും കൊതിക്കുന്ന പാർട്ടി. എന്നെ നിന്റെ പാർട്ടി ചേർക്കളിയാ. INSP അത്രയ്ക്ക് അതപ്പതിച്ചിട്ടില്ല. അതപ്പതിക്കുന്ന കാലത്ത് ഞാൻ അളിയെ അറിയിക്കാം.
എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പോ പാർട്ടി ചേരണം, ഇന്ന് തന്നെ ചേരണം. പാർട്ടി ചെറിയ തൂങ്ങിച്ചാവേ എന്ത് പണ്ടാളം പറഞ്ഞാക്കോ ആ ഷർട്ട് ചോദിക്കേ എഴുക്കളിയാ എന്റെ ദേഹത്തോട്ട് പോയത് തൊട്ടത് എന്തിയോ കുറെ നേരമായി ഞാൻ ക്ഷമിക്കുന്നു. എന്റെ വീട്ടിൽ കയറി എണ്ണത്തിന് തലമുറ പെങ്ങളെ കെട്ടിവരാന്ന് ഓർക്കയില്ല. എന്നെ മക്കളെ എല്ലാരും നീ കൊന്നു. ഇതിനാണോ ചേട്ടാ ഓടിപ്പടിച്ച് ഇങ്ങോട്ട് വന്നത്? ഇത്ര സ്നേഹമില്ലാത്ത വർഗമാണെന്ന് ഞാൻ അറിഞ്ഞു. ഇവരെയൊക്കെ സ്വന്തം പോലെ കരുതാനുള്ള കൂലി ചേട്ടന് കിട്ടിയില്ലേ? എനിക്ക് കിട്ടി. അച്ഛാ, ഇതെങ്ങനെ വെറുതെ വിടുന്നൊന്നും അച്ഛൻ കരുതണ്ട. ഇവിടെ കോടതിയും പോലീസും ഒക്കെ ഉണ്ടല്ലോ. സസ്പെൻഷനിലാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ഇപ്പോഴും നല്ല പിടിയാ. എല്ലാത്തിനും ദഹത്തിന്റെ മുട്ടുസൂചി കയറ്റി ഞാൻ. ഒന്നും പറയണ്ട, നമുക്ക് പോകാം. വാ മക്കളെ, ഇനി ഇവിടെ നിന്നാലേ ഇവര് നമ്മുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊല്ലും. അമ്മേ, ഉടനായിട്ട് ഇറങ്ങി പോവാ ഞാൻ. ഇറങ്ങി വേടാ മതി. നന്ദിയില്ലാത്ത വർഗങ്ങളാ. ഈശ്വരൻ സ്വഭാവം അറിയില്ല. നമ്മുടെ കണ്ണിൽ ദൈവം കാണും. നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? എന്തേ ഞാൻ വിളിച്ചോളുന്നതാ? അതല്ല, സ്ഥാനഭ്രംശം സംഭവിച്ചിട്ടുണ്ടല്ലോ. ഈ സമയത്ത് ഈ ദേശത്ത് ഈ ആത്മാവ് ഉണ്ടായിരിക്കാൻ പാടില്ല. ഏറ്റവും ചുരുങ്ങിയത് 300 കിലോമീറ്റർ അപ്പുറത്തേക്കെങ്കിലും ഈ ആത്മാവ് സഞ്ചരിച്ചിട്ടുണ്ടാവണം. രാഷ്ട്രീയക്കാര് മൂപ്പരെ സ്ഥലം മാറ്റിരിക്കുക. ഇന്നലെ അവിടെ ജോലി ചേരേണ്ടതാ. സുഖമില്ല എന്ന് പറഞ്ഞ് കമ്പിടിച്ചിരിക്കുക. ഓ, അതാണ് കാര്യം. അപ്പോ എത്രയും പെട്ടെന്നൊരു ശുഭമുഹൂർത്തം കാണിച്ചു തരാം. ഇടവം, മിഥുനം, കർക്കടകം, ചിങ്ങത്തിലെല്ലാം കൊണ്ടും മംഗളകരമായ ഒരു മുഹൂർത്തം കാണാനുണ്ട്. അയ്യോ, കൂടിപ്പോയ ഒരാഴ്ച, അതിനുള്ളിലൊരു മുഹൂർത്തം വേണം. ഈ മുഹൂർത്തം എന്ന് പറയുന്നത് ഞാൻ എന്റെ ഫാക്ടറിയിൽ വെച്ചുണ്ടാക്കുന്നതല്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുഹൂർത്തം വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോയി കെട്ടിക്കോളൂ. എന്തിന് ഇങ്ങോട്ട് വന്നു? അല്ല, ഏതായാലും വന്ന നിലയ്ക്കൊന്ന്. ആ, അടുത്ത ബുധനാഴ്ച വലിയ ദോഷം വരില്ല. 9-നും 10-നും ഇടയ്ക്ക്. അത് മതി. ഭാനുവേ, ആ, കണ്ടോ? കണ്ടു. നമ്മുടെ INSP മോന്റെ എതിർപ്പിന് കാരണമുണ്ട്. ആ, അവൻ എപ്പോഴോ സംഭാവന പിരിക്കാൻ ചെന്നപ്പോ ഉദയഭാനു കളിയാക്കിയിരുന്നത്രേ. INSP വെറുതെ ഇരുന്നില്ല, ഉദയഭാനു ഒരു ട്രാൻസ്ഫർ വാങ്ങിക്കൊടുത്തു. നേര് പറയാലോ ഭാനു, എനിക്ക് പേടിയായി തുടങ്ങി. നമ്മുടെ അരയെ കെട്ടിയിരിക്കുന്ന ചരട് പാമ്പായിട്ട് വന്ന് നമ്മളെ തന്നെ കടിക്കുമെന്നുള്ള പേടി. ലതിയുടെ കല്യാണം എത്രയും വേഗം നടത്തണം. നമ്മൾ ജീവിച്ചിരുന്നിട്ടിങ്ങനെ അല്ലാത്തൊരു സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കി. രാഘവട്ട, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താടാ? ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ അച്ചു? ഒന്നുമില്ല. എന്താന്ന് വെച്ചാ പറ. രാഘവേട്ട ആ സ്ഥലം ഭൂപണയ ബാങ്കിന് പണയം വെക്കുന്നില്ല എന്നോട് പറഞ്ഞത്. അതെ. വിറ്റിട്ടില്ല. വിക്കേ? അങ്ങനെ വല്ലതുകൊണ്ട് നീ അറിയാണ്ടിരിക്കുവോ? അതെ, അതാ ഞാനും സംശയിച്ചത്. ഇപ്പൊ എന്താ പ്രശ്നം? രാഘവേട്ടൻ ബേജാറാവൊന്നും വേണ്ട. ആ സ്ഥലത്ത് ആരൊക്കെയോ വന്ന് അളക്ക് കുറ്റിയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേന്നേ, എനിക്കൊന്നും പിടിയിട്ടില്ല. അവിടെ ആമീനെയും സർവേറും ഒക്കെ കണ്ടു. എന്താ നീ പറയണേ? അപ്പോഴേ ഈ പറമ്പിന്റെ ഉടമസ്ഥൻ വന്നിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് പറയൂ സാർ. ഇത് റിട്ടയർഡ് സ്റ്റേഷൻ മാസ്റ്റർ രാഘവൻ നായർ, ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരുള്ള സ്ഥലം ഇത്. നോട്ടീസ് കിട്ടിയില്ലേ? ഇല്ല. ആ, ജപ്തിയാണ്. നിങ്ങളുടെ മൂത്ത മോനുണ്ടല്ലോ, എന്താ അയാളുടെ പേര്? പ്രഭാകരൻ. അയാളുടെ പാർട്ടി ഓഫീസിന്റെ കെട്ടിടം പണിക്ക് വേണ്ടി ഈ സ്ഥലം ഇവരുടെ ബാങ്കിൽ പണയം വെച്ചിരുന്നു. ഭാനുമതിയമ്മ ഭാര്യയല്ലേ? അതെ. ആ, അവരാണല്ലോ പേപ്പർ ഒപ്പിട്ട് കൊടുത്തത്. സാർ, ഈ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഈ സ്ഥലം. ഞങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? കോടതി കാര്യമല്ലേ. എങ്ങോട്ടാ പോയത്? അച്ചു എന്താ വന്ന് പറഞ്ഞത്? നീ എന്നെ ചതിക്കായിരുന്നല്ലേ? ഈ കാലം അത്രയും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥലമല്ലേ അത്? നമ്മൾ ഒന്നാണെന്ന് കരുതിയ അന്ന് നിന്റെ പേര് വാങ്ങിയത്. എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ ഇത് ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു ഭാനു? എന്താ ഉണ്ടായേ? ചെന്ന് നോക്ക്, ബാങ്കുകാർ ജപ്തി ചെയ്തോണ്ടിരിക്കുക. ലതിയുടെ കല്യാണത്തിന് ഞാൻ എവിടുന്ന് പണം ഉണ്ടാക്കും? അത് കുറച്ചു ദിവസത്തെ ഒരു കാര്യത്തിനാണെന്നും പറഞ്ഞ് പ്രഭാകരൻ നിർബന്ധിച്ചപ്പോ. എന്നിട്ട് എവിടെ നിന്റെ പ്രഭാകരൻ? അവിടെ കണ്ടില്ലല്ലോ. നമ്മുടെ മോനല്ലേ എന്ന് കരുതിയാ ഞാൻ. അച്ഛൻ അറിയുന്നതിന് മുമ്പ് തിരിച്ചെത്തിക്കാമെന്ന് ഉറപ്പ് പറഞ്ഞപ്പോ. വേണ്ട, ഒന്നും പറയണ്ട. എന്റെ മക്കൾ എന്നെ മനസ്സിലാക്കിയില്ല.
സ്നേഹിച്ചില്ല. നീയും. നിങ്ങളാരും എന്നെ ഇനി അധികാലം ജീവനോടെ കാണില്ല.